പ്രേക്ഷകർക്കും അസ്ട്രോഫ് ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നാം നോക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുമോ എന്ന് അവർ ഭയന്ന് നിൽക്കുന്നു. അതിനെക്കുറിച്ചാണ് നാം ഇന്ന് വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ കോഴിക്കുഞ്ഞ് പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. തീർച്ചയായിട്ടും അവർക്ക് ഭയമുണ്ട് നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുമോ എന്ന്. ഒരു ഘട്ടത്തിൽ അവർ പിന്മാറുമോ എന്ന് നിങ്ങൾ ഭയന്നിരുന്നൊരവസ്ഥ ചിലപ്പോൾ മുമ്പുണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോൾ അത് മാറിയിരിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് ആത്മവിശ്വാസവും കോൺഫിഡൻസും വർദ്ധിച്ചിരിക്കുന്നു. പക്ഷെ ആ വ്യക്തി ചിന്തിക്കുന്നു നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുമോ, നിങ്ങളുടെ മനസ്സ് ചാഞ്ചലപ്പെടുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റാരെങ്കിലുമായിട്ട് ബന്ധം വരുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും കാരണത്താൽ നിങ്ങൾ കാണിച്ച സൂചന, വിയോജിപ്പ് ആ വ്യക്തിക്ക് നിങ്ങൾ പിരിയുമോ എന്നുള്ളൊരു ഭയം ജനിച്ചിരിക്കുന്നു. എങ്ങനെയായിരിക്കും നിങ്ങൾ പിരിയുക, എങ്ങനെയായിരിക്കും നിങ്ങൾ അതിൽ നിന്ന് പിന്മാറുക? ആ വ്യക്തി ഒരുപാട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ അതേക്കുറിച്ചുള്ള ചിന്ത വല്ലാതെ വരുന്നുമുണ്ട്. നിങ്ങൾ ആ വ്യക്തിയെ തനിച്ചാക്കി പോകുമോ? ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്നതാണ്. കാരണം നിങ്ങൾ നൽകുന്ന സ്നേഹമോ അതിൻ്റെ വ്യാപ്തിയോ അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലൊരു നിഷ്കളങ്ക ഭാവത്തോടെ ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങൾ ആ വ്യക്തിയെ തനിച്ചാക്കി കടന്നു പോകുമോ എന്നുള്ളതാണ്. ഒരുപക്ഷെ അതിന് ആ വ്യക്തി അങ്ങനെ വിശ്വസിക്കാവുന്ന തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. ആ സാഹചര്യങ്ങളുടെ ഫലമായിട്ടായിരിക്കാം ആ വ്യക്തി അത്തരത്തിലൊരു ചിന്തയുമായിട്ട് വന്നത്. ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ ആ വ്യക്തിയെ തനിച്ചാക്കി കടന്നു പോകുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആഴം മാറുമോ എന്നുള്ള ചിന്ത ആ വ്യക്തിയിലുണ്ടാകുന്നു. ഏതെങ്കിലും നിങ്ങൾക്കും ആ വ്യക്തിക്ക് ഇടയിലുള്ള ചില ആളുകൾ നിങ്ങളെയും ആ വ്യക്തിയെയും കൺഫ്യൂഷൻ അടിക്കാനായിട്ട്, അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിലാക്കാൻ, നിങ്ങൾ തമ്മിലുള്ള ബന്ധം തകർക്കാൻ വേണ്ടിയും ചിലപ്പോൾ ആ വ്യക്തിയെ ഭയപ്പെടുത്തിയിരിക്കാം. ചിലപ്പോൾ വ്യാജ കഥകൾ പറഞ്ഞ്, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ആ വ്യക്തിയെ ഭയപ്പെടുത്തിയിരിക്കാം. അങ്ങനെ ഒരു ഭയത്തിൻ്റെ വെളിച്ചത്തിലും ആ വ്യക്തി നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിയോജിപ്പുണ്ടോ, നിങ്ങൾക്ക് സ്നേഹക്കുറവുണ്ടോ എന്നുള്ള സംശയമുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്നേഹക്കുറവ് വന്നാൽ അത് ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരിക്കലും താങ്ങാൻ കഴിയില്ല. ആ വ്യക്തി നിങ്ങളെ എല്ലാമായിട്ട് കാണുകയാണ്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾ നൽകിയ പിന്തുണ, നിങ്ങളൊരു രക്ഷാകർതൃത്വം, ഒരുപക്ഷെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളൊരു രക്ഷാകർതൃത്വം സ്വീകരിച്ചിരിക്കാം. ആ വ്യക്തിക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആ വ്യക്തി പകച്ചു നിന്ന അവസരങ്ങളിൽ നിങ്ങൾ ആ വ്യക്തിയെ സഹായിച്ച് ആ വ്യക്തിക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകി, മാർഗദർശനം നൽകി, സംരക്ഷണം നൽകി. നിങ്ങളെ പരിചയപ്പെടുന്നതിന് മുമ്പോ നിങ്ങളെ കാണുന്നതിന് മുമ്പോ ഒരിക്കലും ആ വ്യക്തിക്ക് അങ്ങനെ ഒരു സ്നേഹം കിട്ടിയിട്ടില്ല. ഒരിക്കലും ആ വ്യക്തിക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ആ വ്യക്തി അത് മനസ്സിലാക്കുന്നു. അതിൻ്റെ വില ആ വ്യക്തി മനസ്സിലാക്കുന്നു. ഇപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളോടൊപ്പം ഒരുമിച്ച്, നിങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എങ്ങനെ ഇതിനെയൊക്കെ അതിജീവിക്കും? പക്ഷേ ജീവിതത്തിൽ മറ്റൊന്നിനെക്കുറിച്ചും കൂടുതൽ അറിയാത്ത, അല്ലെങ്കിൽ മനസ്സിൽ ഓരോ കാര്യത്തെക്കുറിച്ച് ഓർത്ത് മനോവിഷമമുള്ള ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത്, ഇപ്പോൾ പറയുന്നത്, ഇപ്പോൾ പ്രവർത്തിക്കുന്നത്, ഇപ്പോൾ ഭയപ്പെടുന്നത് നിങ്ങൾ ആ വ്യക്തിയെ തനിച്ചാക്കി പോകുമോ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ആ വ്യക്തി കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കാതെയാണ് അത് ചിന്തിക്കുന്നത്. അതിൻ്റെ ഒരു ഭയം ഉള്ളത് കൊണ്ട് നിങ്ങളോട് കൂടുതൽ സ്നേഹം കാണിക്കുകയും ഉള്ളിലൊരു ആത്മവിശ്വാസക്കുറവ് കാണിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. പക്ഷേ യഥാർത്ഥത്തിൽ അത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നെ, അല്ലെങ്കിൽ നിങ്ങളെ തനിച്ചാക്കി ആ വ്യക്തി പോകുമെന്നുള്ളതായിരിക്കും. പക്ഷേ ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളുടെ ചില സൗഹൃദങ്ങൾ, നിങ്ങൾ ചില ആളുകളായിട്ട് സംസാരിക്കുന്നത് ഒക്കെ ആ വ്യക്തിക്ക് വിഷമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ആ വ്യക്തിക്ക് മനോവിഷമം ഉണ്ടാക്കുന്നുണ്ട്. മനസ്സിലിങ്ങനെ ഒരു ഭയം ആ വ്യക്തിക്കുണ്ട്. അടുത്തതായിട്ട് രണ്ടാമത്തെ പൈലായ മരത്തിൻ്റെ തടി പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്കാണ് നാം പോകുന്നത്. ജീവിതത്തിൽ മൊത്തത്തിലൊരു നിരാശ ആ വ്യക്തിയിലുണ്ട്. എന്ത് കാരണം കൊണ്ടാണെന്നോ ഒന്നും വ്യക്തമല്ല. തനിക്കൊന്നും നേടാൻ കഴിഞ്ഞില്ല, തന്നെ എല്ലാവരും അവഗണിക്കുന്നു, തൻ്റെ ജീവിതം ഒരു വലിയ പ്രതിസന്ധിയിലാണെന്നുള്ളൊരു ചിന്ത ആ വ്യക്തിയിലുണ്ടാകുന്നു. തനിക്കൊന്നും ജീവിതത്തിൽ നേടാൻ കഴിഞ്ഞില്ല എന്ന ചിന്ത ആ വ്യക്തിയെ പുറകോട്ടടിപ്പിക്കുന്നുണ്ട്.
എല്ലായിടത്തും ഒരു മനോവിഷമം. എത്ര കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടും പ്രവർത്തിച്ചിട്ടും മനസ്സ് ഒരു നഷ്ടബോധത്തിൻ്റെ ഒരു കാര്യം മനസ്സിലുണ്ടാവുന്നു. ഒരു നഷ്ടബോധത്തിൻ്റെ നിഴൽ ആ ഹൃദയത്തിലൂടെ, ആ മനസ്സിലൂടെ കടന്നു പോകുന്നു. അതൊട്ടും അംഗീകരിക്കാൻ കഴിയുന്നില്ല, ഒട്ടും അതിനെ മറികടക്കാൻ കഴിയുന്നില്ല. കാരണം എല്ലാവരും കൂടി എന്നെ വഞ്ചിച്ചോ, എല്ലാവരും കൂടി എന്നെ ചതിച്ചോ, എനിക്കിനൊന്നും ബാക്കിയില്ല എന്നുള്ളൊരു ചിന്ത. ആ വ്യക്തി അങ്ങനെ ഒരു ചിന്ത എടുക്കുന്നതിന് കാരണമുണ്ട്. ആ വ്യക്തിക്ക് നിങ്ങളൊഴിച്ച് ബാക്കി എല്ലാവരും ആ വ്യക്തിയെ വഞ്ചിച്ചിട്ടുള്ളൂ. നിങ്ങളൊഴിച്ച് ബാക്കി എല്ലാവരും ആ വ്യക്തിയെ വിഷമിപ്പിച്ചിട്ടുള്ളൂ. നിങ്ങളൊഴിച്ച് ബാക്കി എല്ലാവരും ആ വ്യക്തിക്ക് ചെറിയ ചെറിയ ദുഃഖങ്ങളും വിഷമങ്ങളും നൽകിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ദുഃഖങ്ങളും മനോവിഷമങ്ങളും എല്ലാവരും സമ്മാനിച്ചപ്പോൾ ആ വ്യക്തി എല്ലാവരെയും അങ്ങനെയാണ് കാണുന്നത്. തൻ്റെ ജീവിതത്തിൽ മൊത്തത്തിലൊരു നഷ്ടമാണെന്നും തൻ്റെ ജീവിതത്തിൽ മൊത്തത്തിലൊരു നേട്ടമില്ലാത്ത അവസ്ഥയാണെന്നും ഒക്കെ ആ വ്യക്തി ചിന്തിക്കുകയാണ്. ഇനി തൻ്റെ ജീവിതത്തിൽ തനിക്ക് വിജയിക്കാൻ കഴിയുമോ എന്നുള്ള നിരാശയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു നിരാശ കടന്നു പോകുമ്പോഴാണ് നിങ്ങളെക്കുറിച്ച് അങ്ങനെ തന്നെ ആ വ്യക്തി ചിന്തിക്കുന്നു. എൻ്റെ കയ്യിലൊന്നുമില്ല, എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു, എനിക്കിനി സന്തോഷകരമായിട്ടൊരു ജീവിതമില്ല. അങ്ങനെ ഒരു അന്യതാ മനോഭാവം ആ വ്യക്തി കാണിക്കുന്നുണ്ട്. പലപ്പോഴും നിങ്ങളെ അത് വിഷമിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ആ വ്യക്തിയെ സ്നേഹിക്കുന്നത്. ആ വ്യക്തിയിൽ നിന്ന് നിസ്വാർത്ഥമായ ജീവിതം ഒക്കെയാണ് നിങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷെ ആ വ്യക്തി ഇങ്ങനെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് എല്ലാം തകർന്നു എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു വേദന ഉണ്ടാവുന്നുണ്ട്. കാരണം നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല വന്നത്, നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയല്ല. പക്ഷെ ആ വ്യക്തി ഭയപ്പെടുകയാണ്. എന്നെ എല്ലാവരും വഞ്ചിച്ചു, എന്നെ എല്ലാവരും ചതിച്ചു, ഇനിയിപ്പോൾ ഞാൻ ഈ സ്നേഹിക്കുന്ന ആൾ കൂടി എന്നെ വഞ്ചിക്കില്ല എന്നെന്താണ് ഉറപ്പ്? അങ്ങനെ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ വിഷമം ഉണ്ടാകുന്നു. പക്ഷെ ആ വ്യക്തി അത് മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ അങ്ങനെയുള്ളൊരു വ്യക്തിയല്ലെന്നും നിങ്ങൾക്കങ്ങനെ നേട്ടങ്ങൾക്ക് വേണ്ടി പോകണമെങ്കിൽ എന്നേ പോകാമായിരുന്നു എന്നുള്ളത് ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ആ വ്യക്തി സങ്കടം കൊണ്ടായിരിക്കും. കാരണം നിങ്ങളെക്കാൾ ആ വ്യക്തിയോട് ബന്ധങ്ങളുണ്ടായിരുന്ന, ഒരു രക്തബന്ധങ്ങളുണ്ടായിരുന്ന ആളുകൾ നിഷ്കരുണ ആ വ്യക്തിയെ വഞ്ചിക്കുകയും ആ വ്യക്തിയെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുകയൊക്കെ ചെയ്തു. ആ വ്യക്തിയിൽ നിന്നും സഹായങ്ങളും മറ്റുമൊക്കെ മേടിച്ചുകൊണ്ട് ആ വ്യക്തിയെക്കുറിച്ച് മോശമായ പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് ഓർമ്മിക്കുമ്പോഴും അതേക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഒക്കെ ആ വ്യക്തിക്ക് വിഷമം ഉണ്ടാകുന്നുണ്ട്. ജീവിതത്തിൽ ഒരുപാട് സങ്കീർണതകൾ ഉണ്ടായിട്ടുണ്ട്. ആ സങ്കീർണതകളെല്ലാം മറികടന്നുകൊണ്ട് ആ വ്യക്തിക്ക് ജീവിക്കാൻ കഴിഞ്ഞത് നിങ്ങൾ നൽകിയൊരു പോസിറ്റിവിറ്റിയാണ്. ആ പോസിറ്റിവിറ്റിയും കൂടി എൻ്റെ അടുത്ത് നിന്ന് പോകുമോ? ഇപ്പം നിങ്ങൾ ചിലപ്പോൾ നല്ല മനോഭാവത്തോടെ ആയിരിക്കും ആ വ്യക്തിയെ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ കുറ്റം പറഞ്ഞത്. പക്ഷെ അത് ആ വ്യക്തിയുടെ മനസ്സിൽ കൊണ്ടിട്ടുണ്ട്. ആ വ്യക്തിക്ക് വിഷമമുണ്ട്. ഈ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഇനി നിങ്ങളും ആ വ്യക്തിയെ അകന്നു പോകുമോ, അല്ലെങ്കിൽ നിങ്ങളും ആ വ്യക്തിയെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു മനസ്സ് ആ വ്യക്തിക്കുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരിക്കലും പിരിയില്ല. അത് ആ വ്യക്തി മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. ഒരുപക്ഷെ ആ വ്യക്തിക്ക് അത് അറിയായിരിക്കും, വിഷമം കൊണ്ട് പറയുന്നതായിരിക്കാം. ഏതായാലും ആ വ്യക്തിയുടെ മനസ്സിൽ അങ്ങനൊരു വിഷമമുണ്ട്. കാരണം മുൻകാലങ്ങളിൽ ആ വ്യക്തിക്ക് ഏറ്റ ചതിയും വഞ്ചനയുടെയൊക്കെ ഒരു അനുഭവത്തിൽ നിന്നാണ് ആ വ്യക്തി അങ്ങനെ ചിന്തിക്കുന്നത്. പക്ഷേ ആ വ്യക്തിക്ക് അറിയാം നിങ്ങൾ ആ വ്യക്തിയോടൊപ്പം എന്നും ഉണ്ടാവുന്നു. എന്നാലും തൻ്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയ കൈപ്പേറിയ അനുഭവങ്ങളിൽ നിന്ന് ആ വ്യക്തി അങ്ങനെ ഭയക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്.